ജനങ്ങളെ കേൾക്കാൻ CJP സെപ്റ്റംബറിൽ രാജ്യവ്യാപക ക്യാമ്പയിൻ നടത്തും. പൊതുജനം എന്ത് പറയുന്നു എന്ന പേരിലാകും ക്യാമ്പയിൻ നടത്തുക. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമാറ്റം ഏറ്റെടുക്കാൻ പോകുന്ന വിഷയം അവതരിപ്പിക്കും. സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. സ്വകാര്യ സ്കൂളുകളെ സർക്കാർ ഒത്താശ ചെയ്യുന്നു. പഠന ചെലവ് കൂടി. ഫീസ് കുടുംബങ്ങൾക്ക് താങ്ങാനാകുന്നില്ല. ഇത് അനുവദിക്കാനാകില്ല. വിദ്യാഭ്യാസം കച്ചവടമല്ല, അടിസ്ഥാനാവകാശം. ഇന്ന് ഈസിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് മാറണം. സർക്കാരിനെ രക്ഷിക്കാനുള്ള കേസുകൾ അർദ്ധരാത്രിയും പരിഗണിക്കും. ചില ജഡ്ജിമാർ നടത്തുന്ന പരാമർശങ്ങൾ പോലും തെറ്റാണ്. ഇത് മാറണം. മാധ്യമങ്ങളും സർക്കാരിനെ വഴങ്ങി പ്രവർത്തിക്കുന്നു. CJP സംഘടന വിപുലീകരിക്കും. അംഗത്വ വിതരണം ആരംഭിക്കും. CJPയുടെ വെബ്സൈറ്റ് വഴി അംഗത്വം എടുക്കാം. OR കോഡ് പങ്കുവച്ച് CJP ഒരു ഫണ്ട് ശേഖരണവും നടത്തുന്നില്ല. വ്യാജ പ്രചാരണങ്ങളിൽ വീഴരുത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാവുന്നതിൽ ഉപയോഗമില്ലെന്നും CJP വക്താക്കൾ വ്യക്തമാക്കി. CJP ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 5 സോണുകളിലും പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കും. കൺവീനർ അഭിജിത്ത് ദീപ്കയാകും. അശുതോഷ് രംഗ, സൗരവ് ദാസ് കോ കൺവീനർമാരായും പ്രഖ്യാപിച്ചു. CJP മതനിരപേക്ഷ ജനാധിപത്യ കൂട്ടായ്മയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളെ കേൾക്കുമെന്ന് അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കി. രാജ്യത്ത് വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കുന്നത് അനുവദിക്കില്ല. ജുഡീഷ്യറിയിൽ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങളിൽ രോഷമുണ്ട്. തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടം എന്നിവയിൽ മാറ്റം വേണം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വലിയ നേട്ടമാണ്. അതിലും വലിയ നേട്ടം ജനങ്ങളിലെ ഭയം ഇല്ലാതായി എന്നതാണ്. യുവാക്കൾ രാജ്യത്തിന് ശബ്ദം നൽകി. സർക്കാരിനോട് ചോദ്യം ചോദിക്കാൻ ധൈര്യം നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്നവരുടെ ഉത്തരവാദിത്തമില്ലായ്മയിൽ പൊതുജനങ്ങൾക്കുള്ള അസംതൃപ്തിയും രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിഗണിച്ചാണ് CJP കോർ കമ്മിറ്റിയിൽ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ദീപ്കെ പറഞ്ഞു. വിദ്യാഭ്യാസ വിഷയങ്ങൾക്കപ്പുറം ഇടപെടാൻ CJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പൊതുജന പിന്തുണ രാജ്യത്ത് ഒരു സമ്മർദ്ദ ശക്തി ആവശ്യമാണെന്നതാണ് സൂചിപ്പിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സംവിധാനമാകട്ടെ, ജുഡീഷ്യറിയോ മാധ്യമങ്ങളോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ആവട്ടെ, ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്തവും നിഷ്പക്ഷതയും പുനഃസ്ഥാപിക്കാൻ ഒരു സമ്മർദ്ദ ശക്തിയുണ്ടാകണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്റെ അഭിപ്രായത്തിൽ വളരെ മോശം അവസ്ഥയിലാണെന്നും ദീപ്കെ പറഞ്ഞു.